മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു താഴുന്നത് പൊതുമരാമത്ത് സെക്രട്ടറി അന്വേഷിക്കും. അന്വേഷണ റിപ്പോർട്ട് നൽകാൻ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകി. പൊതുമരാമത്ത് സെക്രട്ടറി അടക്കമുള്ളവർ സ്ഥലം സന്ദർശിക്കും. ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് വിവരങ്ങൾ തേടുകയും ചെയ്യും. പൊതുമരാമത്ത് സെക്രട്ടറിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടിയെടുക്കുമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു താണ സംഭവത്തിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ദേശീയപാത അതോറിറ്റി പ്രോജക്ട് ഡയറക്ടറും ജനപ്രതിനിധികളും ജില്ലാ പോലീസ് മേധാവിയും പങ്കെടുത്തു. സംഭവം ദേശീയപാത അതോറിറ്റിയുടെ 3-അംഗ വിദഗ്ധ സമിതി അന്വേഷിക്കുമെന്നാണ് ജില്ലാ കളക്ടർ VR വിനോദ് അറിയിച്ചത്. സംഘം നാളെ സ്ഥലം സന്ദർശിക്കും. റിപ്പോർട്ട് ലഭിച്ച ശേഷം പ്രശ്നപരിഹാരത്തിൽ തീരുമാനമെടുക്കുമെന്ന് കളക്ടർ അറിയിച്ചു. പക്ഷേ ഇത് സംബന്ധിച്ച് വിശദമായിട്ട് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു എക്സ്പെർട്ട് ഗ്രൂപ്പിനെ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ ഒരു ഇൻഡിപെൻഡന്റ് എക്സ്പെർട്ട് ഗ്രൂപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എക്സ്പെർട്ട് ഗ്രൂപ്പ് 3-അംഗ എക്സ്പെർട്ട് ഗ്രൂപ്പ് നാളെ തന്നെ ഈ സ്ഥലം സന്ദർശിച്ച് നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ എക്സ്പെർട്ട് ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം എന്ത് രീതിയിലാണ് മുൻകരുതലുകൾ എടുക്കേണ്ടത്, ഏത് രീതിയിലാണ് അവിടെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും. മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു താഴാൻ കാരണം കനത്ത മഴ മൂലം അടിത്തറയിലുണ്ടായ സമ്മർദ്ദമാണ് എന്ന് ദേശീയപാത അതോറിറ്റി. റോഡിന്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയത ഇല്ല എന്ന് അതോറിറ്റി പ്രോജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ പറഞ്ഞു. Which created the pore water pressure. So when pore water